CPM-ന് ഭരണം നഷ്ടമായ കൂത്താട്ടുകുളം നഗരസഭയിൽ ആക്ടിംഗ് ചെയർമാനെ മുൻനിർത്തി ഉദ്യോഗസ്ഥർ അവരുടെ മേധാവിത്വ ഭരണം നടപ്പിലാക്കാൻ കൗൺസിലിനെ മറികടന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്ന് ആക്ഷേപിച്ച് UDF കൗൺസിലർമാർ വാക്കൌട്ട് നടത്തി. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്നത്തെ നഗരസഭാ കൗൺസിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ജിജി ഷാനവാസിൻ്റെ അധ്യക്ഷതയിലാണ് ഇന്ന് കൗൺസിൽ യോഗം ചേർന്നത്. ആ കൗൺസിൽ യോഗത്തിൽ അഡീഷണൽ അജണ്ട ആയിക്കൊണ്ട് കൂത്താട്ടുകുളം നഗരസഭയിലെ ഇൻവേർട്ടർ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് 20 ബാറ്ററികളുടെ ആവശ്യമുണ്ടെന്നും ആ ബാറ്ററികൾ വാങ്ങാൻ കൗൺസിലിൻ്റെ ഒരു അനുമതി വേണമെന്ന് പറഞ്ഞ ഒരു അജണ്ടയും വന്നു. ആ അജണ്ടയുടെ ചർച്ച നടക്കുന്നതിനിടെ കൗൺസിലിലെ ഒരംഗം ഒരത്യാവശ്യത്തിന് താഴെ വരെ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച, കൗൺസിലിൻ്റെ തീരുമാനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ ഓൾറെഡി തീരുമാനമെല്ലാം കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോണിൻ്റെ 20 ബാറ്ററി താഴെ വാങ്ങിച്ചു വെച്ച് അത് ഫിറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഭാസ്കരൻ കൗൺസിലിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ 25 കൗൺസിലർമാരെ വിഡ്ഢികളാക്കുന്ന നടപടിയാണോ ഇവിടെ നടക്കുന്നത്? കൗൺസിലിൽ ഒരു കാര്യം തീരുമാനത്തിന് വേണ്ടി ഒരു അജണ്ടയായി വരുന്നു. ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ ഏത് സാധനമായാലും അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ആദ്യം കൗൺസിലിൻ്റെ അനുമതി വേണം. ഇപ്പോൾ ഈ ബാറ്ററി ഇവിടെ കേടായി എന്നും ആ ബാറ്ററി പരിശോധിച്ചപ്പോൾ അത് മെയിൻ്റനൻസ് നടത്താൻ കഴിയുകയില്ല, പുതിയ ബാറ്ററി വാങ്ങണമെന്നുമുള്ള റിപ്പോർട്ട് കൗൺസിലിന് മുമ്പാകെ വെച്ചുകൊണ്ട് കൗൺസിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബാറ്ററി പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എത്ര AH-ൻ്റെ ബാറ്ററിയാണ്, ഏത് കമ്പനിയുടെ ബാറ്ററിയാണ്, എത്ര വർഷം വാറണ്ടി ഉള്ള ബാറ്ററി മേടിക്കുന്നതായിരിക്കും മുനിസിപ്പാലിറ്റിക്ക് നല്ലത്, അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റി ഒരു തീരുമാനം എത്തണം. ആ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റി 10 രൂപയുടെ സാധനമാണെങ്കിലും അത് വാങ്ങാൻ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റിയുടെ തീരുമാനം വേണം, അതിൻ്റെ ഗൈഡ് ലൈൻ വേണം. ഏത് കമ്പനിയുടെയാണ് വാങ്ങേണ്ടത്, എത്ര AH-ൻ്റെ ബാറ്ററിയാണ് വാങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളൊരു അതിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റി അംഗീകരിക്കണം. അതിനുശേഷം ആ സ്പെസിഫിക്കേഷനിലുള്ള ബാറ്ററി വാങ്ങാൻ ടെൻഡർ ക്ഷണിക്കണം. അപ്പോൾ സർക്കാരിൻ്റെ സൈറ്റിൽ നിന്ന് ജെമ്മിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ കൂടിയും ഈ സ്പെസിഫിക്കേഷനൊക്കെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒന്നുകിൽ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് വേണമെങ്കിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് ഒരു നിർദ്ദേശമായി ഈ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റിയിലേക്ക് വരാം. അപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെയുള്ള അവിശ്വാസം പാസ്സായി എന്നുള്ളത് കൊണ്ട് ആക്ടിംഗ് ചെയർപേഴ്സണായി പുതിയ ഒരാൾ ശ്രീമതി ജിജി ഷാനവാസാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും പരിചയക്കുറവ് മുതലെടുത്തുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കാട്ടുകൊള്ള നടത്താൻ തയ്യാറാകുമോ അതെയോ ആരുടെയെങ്കിലുമൊക്കെ പിൻബലത്തിൽ പോകുന്ന പോക്കിന് കാട്ടുകൊള്ള നടത്താൻ തയ്യാറാകുന്നതാണോ? ഇത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ അന്വേഷണം വേണം. UDF ഈ കാര്യത്തിൽ ഈ നിയമം വിട്ടുള്ള ഒരു നടപടിക്രമവും അംഗീകരിക്കാൻ പോകുന്നില്ല. ഹൈക്കോണിൻ്റെ ബാറ്ററി ഇവിടെ ആരുടെയെങ്കിലും ഉത്തരവ് പ്രകാരം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു വാർഡിൽ ഒരു കൗൺസിലർക്ക് ഒരു കാര്യം നടത്തണമെങ്കിൽ നിയമത്തിൻ്റെ മുഴുവൻ നൂലാമാലകളും പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മുഴുവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാ പ്രൊസീജിയറും പാലിച്ച് ചെയ്യണമെന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ആരുടെ പിൻബലത്തിലാണ് 20 ബാറ്ററി ഇവിടെ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? അത് ഞങ്ങൾക്കറിയണം. കൃത്യമായി ഇത്തരം ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും UDF-ൻ്റെ കൗൺസിലർമാർ അത് അംഗീകരിക്കില്ല. ശ്രീ PG സുനിൽകുമാറുണ്ട്, അദ്ദേഹവും ഈ വിഷയം ഇന്നത്തെ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത്തരം നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവിത്വ ഭരണത്തിനെതിരെ, അഴിമതിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയണം, ഇത് ആരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബാറ്ററി വാങ്ങി എന്നുള്ളത് പറയണം. അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ സെക്രട്ടറി എന്ന നിലയിൽ കൂത്താട്ടുകുളം നഗരസഭയുടെ സെക്രട്ടറി അത് ഏറ്റെടുക്കണം. ഇത്തരം അഴിമതികൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം ഐക്യജനാധിപത്യ മുന്നണി നടത്തും. ഇത് കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല, ഈ പർച്ചേസ് അംഗീകരിക്കാനും പോകുന്നില്ല.
ഭരണം അട്ടിമറിച്ചാൽ ഉദ്യോഗസ്ഥ ഭരണവും തുടർന്ന് കൊള്ളയും നടക്കാൻ സാധ്യതയുണ്ടാകുമെന്ന് LDF നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നു എന്നും ഇതിനിടയാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവിശ്വാസത്തിലൂടെ പുറത്തായ മുൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു. ഇന്ന് കൗൺസിൽ യോഗം ആരംഭിച്ച് അതിനകത്ത് ഒരു അജണ്ടയായി വന്നിരുന്നത് നഗരസഭയിലെ UPS സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാറ്ററി, നിലവിലുള്ള ബാറ്ററി ഡാമേജ് ആണെന്നും പുതിയ ബാറ്ററി വാങ്ങണം എന്നതുമായിരുന്നു ഒരു അജണ്ടയായി വന്നത്. ഈ അജണ്ട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ താഴെ ഒരു കൗൺസിൽ ഹാളിൻ്റെ താഴെ ഇറങ്ങി നോക്കുന്ന സന്ദർഭത്തിൽ അവിടെ ബാറ്ററി ഇരിക്കുന്നതായി, പുതിയ ബാറ്ററി വന്നിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ആ കൗൺസിൽ ഹാളിനകത്ത് ഇങ്ങനെ ഈ കമ്മിറ്റിക്കകത്ത് താഴെ ഈ കാര്യം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ താഴെ ബാറ്ററി വന്നിരിപ്പുണ്ട്. അപ്പോൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ, കൗൺസിൽ അറിയുന്നതിന് മുമ്പേ, കൗൺസിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ബാറ്ററി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന വിവരം കൗൺസിലിൽ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യം തന്നെയാണ് ഞങ്ങൾ നേരത്തെ തന്നെയും സൂചിപ്പിച്ചത്. അവിശ്വാസ പ്രമേയത്തിൻ്റെ ഘട്ടത്തിലും ഭരണസമിതി അട്ടിമറിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന കാര്യത്തിലും ഈ കാര്യമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം, ഉദ്യോഗസ്ഥ ഭരണം, ഉദ്യോഗസ്ഥ കൊള്ള ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ന്യായമായിട്ടുള്ള നീതിയും ന്യായമായിട്ടുള്ള അവകാശങ്ങളും നഷ്ടപ്പെടുമെന്നും എന്ന കാര്യമാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഞങ്ങൾ ഊന്നിപ്പറഞ്ഞിരുന്നത്. ആ കാര്യമാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ കൗൺസിൽ അറിയാതെ ഇങ്ങനെയൊരു തീരുമാനം നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥർ ആരാണോ അതിൻ്റെ നേതൃത്വം കൊടുത്തവർ, ആരാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ, അവരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.